ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ തെണ്ടി തിരിയാൻ പോകുന്നത് ലുലു മോളിക്കാണ് കോഴിക്കോട്. വിനേട്ട വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് എന്തായാലും ഒരു ദിവസം പോകാറുണ്ട്. അപ്പം നമ്മളിന്ന് ലുലുവിലേക്കാണ് പോകുന്നത്. ഓഫർ നടക്കുന്ന ആ ദിവസമായിട്ട് പോയത് 9, 10, 11, 12 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 11-ാം തീയതി ശനിയാഴ്ചയായിട്ട് ഞങ്ങൾ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനും പർച്ചേസിങ്ങിനും ഇങ്ങനെ നടക്കണം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എൻ്റെ കെട്ടിയ. പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ മിറർ കണ്ടു കഴിഞ്ഞാൽ സെൽഫി എടുക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണല്ലോ. അപ്പോൾ വിനേട്ടന് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലെതർ ഷോപ്പിൽ പോയത്. അപ്പോൾ ആ വകയിൽ എനിക്കും കിട്ടിയിട്ട് ഒരു ബാഗ്. കഴിഞ്ഞ തവണ ഞാൻ ആ ബാഗ് വെച്ച് കണ്ടിട്ട് അതിൻ്റെ വില കണ്ട് ഞാൻ തിരിച്ച് വെച്ച് ഇങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്കത് 50% ഓഫിൽ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞൊരു കാറ് നോക്കാൻ പോയി. റിമോട്ടിൽ ഓടുന്ന കാറാണ്. അപ്പോൾ പോകുമ്പോൾ തിരിച്ച് വാങ്ങിത്തരാമെന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയത് ഗെയിമിക്കാട്ടോ, ഗെയിം കളിക്കാൻ. അവിടെ പോവാന്ന് പറഞ്ഞ് സ്വൈര്യം കെടുത്തിയിട്ട് ഏതായാലും പോയി. ഇവരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാണ് ഒരു സമാധാനമായിട്ടൊരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, പർച്ചേസിങ്ങിനൊന്നും പോകാനേ സമ്മതിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് വിശപ്പുമില്ല, ദാഹമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും ഗെയിം കളിച്ച കൂട്ടത്തിൽ ഞങ്ങളും കയറിയിട്ട് എല്ലാവരും കയറി കാർ ഓടിക്കാൻ പറ്റുന്നുള്ള അന്ധമായ വിശ്വാസത്തിൽ ഞാനും കയറി. എൻ്റെ കാറ് മാത്രം അവിടെ നിന്ന് അനങ്ങണില്ല, കറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും വന്ന് എന്നെ കുത്തല്ലാതെ എൻ്റെ വണ്ടി അവിടെ നിന്ന് അനങ്ങണില്ല, എന്താ അറിയില്ല. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ മൊത്തത്തിൽ തലേന്ന് കറങ്ങും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വിശപ്പും ദാഹമൊന്നും പൊതുവേ ഉണ്ടാവില്ല. എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വരി ഇന്നെപ്പോഴാണ്. ഹൈപ്പർ മാർക്കറ്റിലും ലുലു ഫാഷനിലും ഒടുക്കത്തെ വരിയായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. അടുത്ത വിശേഷം